Hi, we are going to discuss about Unit 4, AC and DC circuits of paper code UK 2 DSC PHY 101. Okay. So, അതിലെ സിലബസിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം EMF induced in a coil rotating in a magnetic field എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളൊരു കോയിൽ മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും എന്നുള്ള ഭാഗം വെരിഫൈ ചെയ്യുന്നതാണ് ഈ ഭാഗത്ത് ഉദ്ദേശിക്കുന്നത്. സോ കൺസിഡർ എ റെക്ടാങ്കുലർ കോയിൽ ഓഫ് n ടേൺസ് and a length A and a width B rotating with a uniform angular velocity omega about its axis in a uniform magnetic field B. അപ്പൊ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇങ്ങനെ ഒരു കോയിലാണ്. ഈ കോയിലിന്റെ ലെങ്ത് എയും അതുപോലെ തന്നെ വിഡ്ത്ത് ബിയുമാണ്. ഇതൊരു മാഗ്നറ്റിക് ഫീൽഡോട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് എന്ത് ചെയ്യുന്നു? ഇതൊരു ഒമേഗ എന്ന് പറയുന്ന ഒരു ആംഗുലർ വെലോസിറ്റിയിൽ ഇത് എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്യുന്നു. കീപ് ഇൻ മൈൻഡ് ദാറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിന്റെ രണ്ട് സൈഡിലും മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ടുണ്ട്. കണ്ടോ? നോർത്ത് ആൻഡ് സൗത്ത് പോൾ വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് വി ആർ ഗെറ്റിംഗ് ദ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. So the axis of the rotation is right angles to the field. As the coil rotates, the magnetic flux passing through the changes. Hence EMF is induced. അപ്പൊ ഈ കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ നോർത്ത് പോളിനും സൗത്ത് പോളിനും ഇടയിലുള്ള ആ മാഗ്നറ്റിക് ഫീൽഡിനെ എന്ത് ചെയ്യുന്നുണ്ടാവണം? കണ്ടിന്യൂസ് ആയിട്ട് ഈ കോയിൽ കട്ട് ചെയ്യും. അങ്ങനെ കട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ എന്ത് ജനറേറ്റ് ചെയ്യുന്നത്? EMF ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു മാത്തമാറ്റിക്കൽ അനാലിസിസ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. So suppose we start timing from the instant when the plane of the coil is right angles to the magnetic field B. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡും ഈ പറയുന്ന കോയിലും ഈ കോയിൽ ഇരിക്കുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണ് എന്നുള്ള രീതിയിൽ എടുക്കുക. When the angle between the normal to the plane of the coil and the direction of the field is 0, then at any instant t, the normal to the plane of the coil will make an angle theta is equal to omega t. ഇവിടെ make an angle with the direction. അങ്ങനെ വരുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക് ചെയ്തിരിക്കും. നമുക്കറിയാം നമ്മുടെ ഫോർമുല ഉണ്ട് എന്താണ് ബി ഡോട്ട് എ ആണ് മാഗ്നറ്റിക് ഫ്ലക്സ്. അപ്പോൾ അതുകൊണ്ട് n നമ്പർ ഓഫ് ടേൺസ് ഉള്ളത് കൊണ്ട് തന്നെ വി ക്യാൻ റിട്ടൺ ആസ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു n ഇൻറ്റു ബി ഇൻറ്റു എ ഇൻറ്റു കോസ് തീറ്റ. അപ്പൊ ഈ തീറ്റ എന്നുള്ളത് നമ്മൾ എന്താക്കി മാറ്റുന്നു? ഒമേഗ ടി എന്നുള്ള കോൺസെപ്റ്റിലോട്ട് വരുമ്പോൾ ഇക്വേഷൻ വിൽ ബി n ഇൻറ്റു ബി ഇൻറ്റു എ ഇൻറ്റു കോസ് ഒമേഗ ടി എന്നുള്ളതാണ്. അതിൽ എ എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്. ഈ കേസിന് അതിനകത്ത് നമുക്കറിയാം എന്താണ് ലെങ്ത് എയും വിഡ്ത്ത് ബിയും ആയതുകൊണ്ട് ഇതിന്റെ ഏരിയ എന്തായിരിക്കും? എ ബി ആയിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് മോഡിഫൈ ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം. എന്താണ്? n ഇൻറ്റു ബി ഇൻറ്റു ഈ എക്ക് പകരം എന്ത് എഴുതാൻ പറ്റും? എ ബി ഇൻറ്റു കോസ് ഒമേഗ ടി. ഇനി അക്കോർഡിംഗ് ടു എന്താണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നമുക്ക് എന്ത് പറയാം? E is equal to minus of d∅dt ആണ്. അപ്പോൾ ഈ ഫൈനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വേരിയബിൾ ടി ആണ്. അപ്പോൾ ഈ കോസ് ഒമേഗ ടിയിൽ ഈ ടി ഒരു വേരിയബിൾ ആണ് ഉള്ളത്. അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വി ആർ ഗെറ്റിംഗ് ആസ് എന്ത് കിട്ടുന്നുണ്ട്? n ഇൻറ്റു ബി ഇൻറ്റു എ ഇൻറ്റു ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി. അപ്പൊ ഇവിടെ മാക്സിമം പോസിബിൾ എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്. n ഇൻറ്റു ബി ഇൻറ്റു എ ഇൻറ്റു ഒമേഗ എന്ന് പറയുന്നതാണ് ഇവിടെ മാക്സിമം പോസിബിൾ ആയിട്ട് കിട്ടുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് PGMF. അപ്പൊ അതിനെ നമ്മൾ എന്തെന്ന് എഴുതുന്നു? E0 ഇൻറ്റു സൈൻ ഒമേഗ ടി എന്ന് എഴുതുന്നു. അപ്പോൾ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് എന്തായിരിക്കും? B is equal to E0 ഇൻറ്റു സൈൻ ഒമേഗ ടി. ഓക്കെ. അപ്പോ ഇതില് ഓരോ കേസും നമ്മൾ നോക്കുകയാണ്. E0 ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. E0 is equal to n ഇൻറ്റു ബി ഇൻറ്റു എ ഇൻറ്റു ഒമേഗ. അതിനെ പീക്ക് വാല്യൂ ഓഫ് ദി EMF എന്ന് പറയാം. ഇനി ഒമേഗ എന്ന് പറയുന്നത് നമുക്കറിയാം 2πV ആണ്. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഫ്രീക്വൻസി എന്നുള്ള കോൺസെപ്റ്റിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇനി നമ്മൾ ഓരോ ആംഗിളിന്റെ കേസിൽ എടുക്കുക. അതിൽ ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഒമേഗ ടി ഈസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ്. അതായത് the coil is parallel to the magnetic field in the direction of the magnetic field എന്നുള്ള രീതിയിലാണെങ്കിൽ ഒമേഗ ടി ഈസ് ഈക്വൽ ടു 0, സൈൻ ഒമേഗ ടി ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ എന്തായിരിക്കും? 0 ആയിരിക്കും. ദെൻ ഒമേഗ ടി ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ 2 എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി വരുന്ന സമയത്ത് ഇറ്റ് വിൽ ക്രിയേറ്റ് എ മാക്സിമം. അപ്പൊ സൈൻ ഒമേഗ ടിയുടെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ എന്ത് കിട്ടും? E0. അപ്പൊ E is equal to E0 എന്ന് കിട്ടും. അതുപോലെ തന്നെ 180 ഡിഗ്രിയിലും 270 ഡിഗ്രിയിലും നമുക്ക് കിട്ടുമ്പോൾ നമുക്കത് ഇറ്റ് ഈസ് ഒബ്സർവ് ദാറ്റ് അതെന്താണ്? 0
E0 0 മൈനസ് E0 E0 അങ്ങനെ ഒരു വേരിയബിൾ EMF അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിന്റെ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഗ്രാഫ് ഷേപ്പ് ഏകദേശം ഇതുപോലെയായിരിക്കും ഉണ്ടാവുക. ആൻഡ് ദിസ് കറണ്ട് ഈസ് വാട്ട് ഈ കോൾഡ് ഇറ്റ് ആസ് ഓൾട്ടർനേറ്റിംഗ് EMF. സോറി, കറണ്ട് അല്ല, EMF. ഈ EMF-നെ പറയുന്ന പേരാണ് എന്തെന്ന് പറയാം, ഓൾട്ടർനേറ്റിംഗ് EMF. ഓക്കെ, അപ്പോൾ ഇത് ഒരു ക്ലോസ് സർക്യൂട്ടിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി കറണ്ട് വിൽ ഫ്ലോ ത്രൂ ദാറ്റ്. അങ്ങനെ ഫ്ലോ ചെയ്യുന്ന ആ കറണ്ടിന് നമുക്ക് പറയാവുന്ന പേരാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നാണ് പറയുക. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് EMF-ഉം ഓൾട്ടർനേറ്റിംഗ് കറണ്ടും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇറ്റ് ക്യാൻ ബി ഈസിലി ജനറേറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫാരഡേസ് ലോസ് ഓഫ് ഫാരഡേസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഫിനോമിന വെച്ച് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിന്റെ കറസ്പോണ്ടിങ് കറണ്ട് കണ്ടുപിടിക്കുമ്പോൾ കറണ്ട് ഒരേ ഫേസിൽ തന്നെ ആവും. അപ്പോൾ കറസ്പോണ്ടിങ് കറണ്ട് I ത്രൂ ദ സർക്യൂട്ട് ഇസ് ഗിവൺ ബൈ, നമുക്ക് എന്ത് എഴുതാൻ പറ്റും, I is equal to I0 into sin omega t എന്ന് എഴുതാം. അപ്പൊ ഇവിടെ ഒരു സൈക്കിള് കംപ്ലീറ്റ് ആവുക അല്ലെ. ഇപ്പൊ ഇങ്ങനെ എന്താ പറയുന്ന ഈ 0-യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, മാക്സിമത്തിൽ പോയി, പിന്നെ മിനിമത്തിൽ പോയി, വീണ്ടും 0-ലോട്ട് വരുന്നു. അങ്ങനെ 0-ലോട്ട് വരുമ്പോൾ അവിടെ കിട്ടുന്ന ആ ഒരു ഇതിനെ നമുക്ക് പറയാവുന്നത് ടൈം പീരീഡ് എന്നാണ് പറയുന്നത്. ആ ടൈം പീരീഡിൽ മാക്സിമം കിട്ടുന്ന EMF-നെ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് എന്നും നമുക്ക് വിളിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ഒരെണ്ണം മാത്രം എടുത്ത് ഞാനൊന്ന് ഇലാബറേറ്റ് ചെയ്ത് കാണിക്കുകയാണ്. ദ മാക്സിമം പീക്ക് വാല്യൂ വിൽ ബി, ഇഫ് യു നെഗ്ലക്ട് ദ സൈൻ കൺവെൻഷൻ, പീക്ക് വാല്യൂ രണ്ട് സ്ഥലത്ത് വരാം. വൺ ഈസ് എ T/4 എന്ന് പറയുമ്പോൾ അറ്റ് ആൻ ആംഗിൾ ഓഫ് π/2. ദി അതർ വൺ ഈസ് എ 3T/4 അല്ലെങ്കിൽ അറ്റ് ആൻ ആംഗിൾ ഓഫ് 270 ഡിഗ്രി എന്ന് പറയാം. ഈ രണ്ട് ഡിഗ്രിയിലും പീക്ക് വാല്യൂ കിട്ടും. അപ്പോൾ ഇതാണ് ഈ ഫിഗർ നമുക്ക് പഠിച്ചു തരുന്നത്. ഓക്കെ, ദെൻ ഇനി നമ്മളിവിടെ ഓരോ കേസും എന്താ പറയുന്ന ഓരോ ടേമും ഒന്ന് ഫോക്കസ് ചെയ്യാൻ പോവുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പീക്ക് വാല്യൂ ഓഫ് ദ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഓർ EMF. എന്താണ് പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ ദ maximum value of the alternating current or EMF in the positive or negative direction is called the peak value of the alternating current. അത് കറണ്ട് ആണെങ്കിൽ I0 എന്നും EMF ആണെങ്കിൽ E0 എന്നും നമുക്ക് മാർക്ക് ചെയ്യാം. ഇതാണ് അവിടെ വരുന്നത്. ഇനി ഇതില് അപ്പോ മാക്സിമം പോകുന്നുണ്ട്, മിനിമത്തിലോട്ട് വരുന്നുണ്ട്. ഒരു സ്റ്റഡി സ്റ്റേറ്റ് അല്ല ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തൊരു ടേമിലോട്ട് പോവുകയാണ്, മീൻ വാല്യൂ ഓഫ് ദ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നുള്ളത്. എന്താ മീൻ വാല്യൂ ഓഫ് ദ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്? മീൻ വാല്യൂ ഓഫ് ദ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഡിഫൈൻഡ് ആസ് ദ ആവറേജ് ഓവർ ഹാഫ് എ സൈക്കിൾ. പകുതി സൈക്കിളിന്റെ മാത്രം എടുത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഫുൾ സൈക്കിളിന്റെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഫിഗർ നോക്കിയാൽ അറിയാൻ പറ്റും. ഈ π/2 ഹാഫ് സൈക്കിൾ വരെ ഇത് പോസിറ്റീവ് വരുന്നുണ്ട്. അതിന്റെ സിമിലർ റിപ്ലിക്കയാണ് നെഗറ്റീവ് സൈഡിൽ നെക്സ്റ്റ് ഹാഫ് സൈക്കിൾ വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു സിമ്പിൾ അഡീഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ദിസ് വിൽ ആഡ് ടു ഗെറ്റ് 0. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഹാഫ് സൈക്കിൾ മീൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എപ്പോഴും ഹാഫ് സൈക്കിളിലായിരിക്കും. അതുകൊണ്ടാണ് ഈ ഡെഫിനിഷനിൽ നമ്മൾ എന്ത് ചേർത്തിട്ടുള്ളത്, ഓവർ എ ഹാഫ് സൈക്കിൾ എന്നുള്ള വാക്ക് ചേർത്തിട്ടുള്ളത്. ക്ലിയർ ആയെന്ന് വിചാരിക്കും. യെസ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ അതില്ലെങ്കിൽ അതിന്റെ ഡെറിവേഷൻ എന്തെഴുതാം നമുക്ക്? മീൻ വാല്യൂ ഇസ് ഈക്വൽ ടു എന്ത് പറയാം, ഇന്റഗ്രൽ ഓവർ 0 to T/2. ഹാഫ് സൈക്കിൾ ആയതുകൊണ്ടാണ് T/2 ഇട്ടിരിക്കുന്നത്. I into dt, ഇത് I ആണ്, I into dt. ആവറേജ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓവർ ദ ടൈം നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. അപ്പൊ T/2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ T/2 എന്നുള്ളത് നമ്മൾ ഇതിലേക്ക് മാറ്റുമ്പോൾ ഇപ്പൊ നമുക്കറിയാം ഐയുടെ വാല്യൂ എത്രയാണ്, I0 sin omega t ആണ് ഇൻറ്റു dt. ഈ T/2 എന്നുള്ളത് നമുക്ക് എന്ത് എഴുതാം, π/ω എന്ന് എഴുതാം. നിങ്ങൾക്ക് അറിയാം അതെങ്ങനെ കിട്ടിയെന്നുള്ളത്. സോ T/2 എന്ത് കിട്ടും, π/2. അപ്പൊ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് sin omega t dt എന്നുള്ളത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, മൈനസ് കോസ് omega t by omega എന്നുള്ളതാണ് കിട്ടുക. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ വാട്ട് യു ആർ ഗെറ്റിംഗ് ഈസ് ഈ മീൻ ഹാഫ് സൈക്കിളിൽ കിട്ടുന്ന മീൻ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 0.637 E0 ആണ് കിട്ടുക. അപ്പൊ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി ഹാഫ് അല്ല ഇവിടെ വരുന്നത്, 0.637 ഇൻറ്റു E0. പീക്ക് വാല്യൂവിന്റെ 0.637 ടൈംസ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഈ മീൻ വാല്യൂ എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ മീൻ വാല്യൂ ഓഫ് ദ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷെ ഇത് ഇപ്പോഴും ഹാഫ് സൈക്കിളിലോട്ടാണ് നമ്മൾ വരുന്നത്. ഫുൾ സൈക്കിളിലേക്ക് എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ വരുന്ന ഭാഗങ്ങൾ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഫുൾ സൈക്കിളിലേക്ക് നമ്മൾ ഒരു മീൻ വാല്യൂ നേരിട്ട് എടുക്കാത്തതെന്ന് പറഞ്ഞു. ഹാഫ് സൈക്കിള് വെച്ച് നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ വൺ പാർട്ട് പോസിറ്റീവ് സൈഡിലോട്ടും സെക്കൻഡ് പാർട്ട് നെഗറ്റീവ് സൈഡിലോട്ടും പോകുമ്പോൾ എക്സാക്ട്ലി റെപ്ലിക്കയാണ് അവിടെ നമുക്ക് കിട്ടുന്നത്.
അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ആവറേജ് വാല്യൂ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പൊ അങ്ങനെ 0 ആയിട്ട് മാറാതെ നമുക്ക് ഒരു എക്സാക്ട് വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ RMS വാല്യൂ എന്നാണ് പറയുന്നത്, റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറന്റ്. അപ്പൊ അതെങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് നോക്കുക. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദി ആവറേജ് ഓഫ് കറന്റ് സ്ക്വയർ ഡ്യൂറിങ് എ കംപ്ലീറ്റ് സൈക്കിൾ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു ഫുൾ സൈക്കിളിലുള്ള കറണ്ട് എടുക്കുക. ആ കറണ്ട് ഓരോ ഇൻസ്റ്റന്റിലും കറണ്ട് എടുത്തിട്ട് അതിനെന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. സ്ക്വയർ ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ഈ നെഗറ്റീവ് സൈൻസ് ഒക്കെ എന്തായിട്ട് മാറും? പോസിറ്റീവ് ആയിട്ട് മാറും. എന്നിട്ട് അതിന്റെ ആവറേജ് വാല്യൂ എടുത്തതിന് ശേഷം അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് RMS വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് ഇവിടെ ഡിറൈവ് ചെയ്ത് കാണിക്കുന്നുണ്ട്, ശ്രദ്ധിച്ചു നോക്കുക. I സ്ക്വയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I സ്ക്വയർഡ് മുകളിൽ വരയിട്ടുണ്ട്. ദാറ്റ് മീൻസ് വി ആർ കാൽക്കുലേറ്റിംഗ് ദി ആവറേജ് വാല്യൂ. ആവറേജ് വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫുൾ സൈക്കിൾ ആയതുകൊണ്ട് ഇന്റഗ്രൽ ഓവർ 0 to 2 പൈ ബൈ ഒമേഗ. നേരത്തെ നമ്മൾ പൈ ബൈ ഒമേഗ ആയിരുന്നു, ഇപ്പൊ ഇവിടെ ഫുൾ സൈക്കിൾ ആയതുകൊണ്ട് 2 പൈ ബൈ ഒമേഗ എന്നുള്ളതാവും. I സ്ക്വയർ ഇൻറ്റു dt ബൈ ടൈം. ടൈം എന്ന് പറയുന്നത് ഇവിടെ 2 പൈ ബൈ ഒമേഗയാണ്. അപ്പൊ ഈ I സ്ക്വയർഡ് എന്ന് പറയുന്നത് എത്രയാണ്? I0 സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ ഒമേഗ ടി ഡി ടി എന്നുള്ളതാണ്. അപ്പൊ ഇനി ഈ സൈൻ സ്ക്വയർ ഒമേഗ ടി ഡി ടി നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 മൈനസ് കോസ് 2 ഒമേഗ ടി ഇൻറ്റു ഡി ടി ആണ്. അപ്പൊ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്? I0 സ്ക്വയർ ഡിവൈഡ് ബൈ 2 ആണ് ഇതിന്റെ ആവറേജ് വാല്യൂ ആയിട്ട് വരുന്നത്. പക്ഷേ ഡെഫിനിഷനിൽ പറയുന്നത് എന്താണ്? ഇപ്പൊ ആവറേജ് വാല്യൂ കിട്ടി, ഇനി ഡെഫിനിഷനിൽ പറയുന്നത് എന്താണ്? വി ഹാവ് ടു ടേക്ക് ദ സ്ക്വയർ റൂട്ട്. നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ സ്ക്വയർ I0 സ്ക്വയറിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് എത്രയാണ്? I0 ആണ്. 2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് എത്രയാണ്? √2 ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ IRMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയായിരിക്കും? I0 ബൈ √2. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.707 ടൈംസ് I0 എന്നുള്ളതായിരിക്കും. ഇതിനെ ഇതുപോലെ തന്നെ നമുക്ക് ERMS എഴുതാം. ERMS ഇസ് ഈക്വൽ ടു എന്താണ്? E0 ബൈ √2 ഇസ് ഈക്വൽ ടു 0.70 ടൈംസ് E0 എന്നുള്ളതായിരിക്കും വരുന്നത്. യെസ്. അപ്പോ നമ്മളിപ്പോ 2 സെഷനിലായിട്ട്, അതായത് തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ ഹാഫ് സൈക്കിളിൽ മീൻ വാല്യൂ എടുത്താൽ എന്തായിരിക്കും, അത് ഫുൾ സൈക്കിളിലോട്ട് പോസിബിൾ അല്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എടുത്താൽ എങ്ങനെയായിരിക്കും? അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, ചെറിയൊരു വേരിയേഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റും. മറ്റേതിനകത്ത് 0.637 ആയിരുന്നുവെങ്കിൽ ഇപ്പൊ ഇവിടെ എത്ര കിട്ടിയിരിക്കുന്നത്? 0.707 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അതിന് ചെറിയ വേരിയേഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ. ഇനി ഇവിടെ ഉപയോഗിക്കുന്ന ചില ടെക്നിക്കൽ ടേംസ് ആണ്. അതിലൊരു പ്രധാനപ്പെട്ട ടെക്നിക്കൽ ടേം എന്ന് പറയുന്നത് ഫോം ഫാക്ടർ ആണ്. സോ വാട്ട് ഈസ് ഫോം ഫാക്ടർ? Form factor gives an indication of the wave shape of the alternating current or a voltage. It is defined as the ratio of the virtual അല്ലെങ്കിൽ RMS value to the average value of the alternating current. അതായത് ഇപ്പൊ നമ്മളിവിടെ 2 വാല്യൂ കണ്ടുപിടിച്ചല്ലോ. RMS വാല്യൂ കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ ആവറേജ് വാല്യൂ കണ്ടുപിടിച്ചു. അവര് തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോം ഫാക്ടർ എന്ന് പറയാം. അപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് IRMS ഡിവൈഡ് ബൈ IMean. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു IRMS അല്ലെങ്കിൽ ERMS എന്ന് പറഞ്ഞാൽ 0.707 ടൈംസ് ആണ്. മീൻ എന്ന് പറയുമ്പോൾ 0.637 ടൈംസ് ആണ്. അപ്പൊ ഇതിന്റെ ഫോം ഫാക്ടർ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 1.11 എന്നുള്ള വാല്യൂ ആണ് നമുക്ക് ഫോം ഫാക്ടർ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് വാട്ട് ഈസ് ദ എഫക്റ്റീവ് വാല്യൂ ഓഫ് എന്താ പറയുന്നത് ഈസ് ഓൾട്ടർനേറ്റിംഗ് കറന്റ്. അതിന്റെ എഫക്റ്റീവ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ദി RMS വാല്യൂ ഓഫ് ദ ഓൾട്ടർനേറ്റിംഗ് കറന്റ് ക്യാൻ ഓൾസോ ബി ഡിഫൈൻഡ് ആസ്, വേറൊരു തരത്തിലാണ്, the direct current which produces same rate of heating given in the resistance. അതായത് നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഒരു AC കറണ്ടും അപ്ലൈ ചെയ്യുക, DC കറണ്ടും അപ്ലൈ ചെയ്യുക, രണ്ടിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിംഗ് എഫക്ട് സെയിം ആണെന്ന് വിചാരിക്കുക. അങ്ങനെ സെയിം ഹീറ്റിംഗ് എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ RMS വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ടും ഈ DC കറണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. Therefore, the RMS value of the alternating current is also called the effective or the virtual. അപ്പൊ നമുക്ക് എന്ത് പറയാം? വെർച്വൽ കറന്റ് I0 ബൈ √2 is equal to എന്ത് പറയാൻ പറ്റും? IRMS. അപ്പൊ ഇതിന്റെ ആ ഹീറ്റിംഗ് എഫക്ട് വെച്ച് നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ള ശ്രമം നടത്തുകയാണെങ്കിൽ I is equal to നമുക്ക് എന്ത് പറയാം? I0 into sin omega t flowing through a resistance R. Let IV stand for the root mean square value of the current. Then heat produced. അപ്പൊ ഇവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഫോർമുല എന്തായിരിക്കും? H is equal to I squared RT. അപ്പോ ഈ I സ്ക്വയർഡ് RT എന്ന് പറയുന്നതിന് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. കാരണം ഇത് കുറച്ച് വേരിയിങ് ആണല്ലോ. ഇത് വേരിയിങ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? I സ്ക്വയർഡ് RT. ഇതില് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളും നടത്തുക.
അപ്പോൾ I0 I സ്ക്വയർഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? I0 സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ ഒമേഗ ടി ആണ്. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? വെർച്വൽ കറണ്ട് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നുണ്ട്? I0/√2 ദാറ്റ് ഇസ് ഈക്വൽ ടു 0.70 ടൈംസ് I0 എന്ന് കിട്ടുന്നുണ്ട്. സോ ദിസ് ഇസ് ദ എഫക്റ്റീവ് വാല്യൂ. അപ്പൊ എഫക്റ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു RMS AC കറണ്ട് മെഷർ ചെയ്യുക, അത്രയും ഇക്വലന്റ് ആയിട്ടുള്ള ഒരു DC കറണ്ട് നമ്മൾ എടുക്കുക, എന്നിട്ട് ഇത് രണ്ടും കൂടി റെസിസ്റ്റൻസിലൂടെ കടന്നുപോയി. അപ്പൊ അവിടെ ഹീറ്റ് ജനറേറ്റ് നമ്മൾ സ്റ്റഡി ചെയ്തു. രണ്ടിലും ഒരേ ഹീറ്റിംഗ് എഫക്റ്റ് ആണ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന RMS കറണ്ടും നമ്മൾ എടുത്തിരിക്കുന്ന DC കറണ്ടിന്റെ വാല്യൂ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. ഇതാണ് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാറുള്ളത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കും. ഇനി മീൻ വാല്യൂ ഓർ ആവറേജ് വാല്യൂ ഓഫ് AC കറണ്ട് ഓവർ ഹാഫ് സൈക്കിൾ. ഇനി ഹാഫ് സൈക്കിളിന്റെ കേസിൽ ഈ പറയുന്ന വെർച്വൽ ആവറേജ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് മീൻ വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും നോക്കുക. ഈ ആവറേജ് ഇസ് ഈക്വൽ ടു ഹാഫ് സൈക്കിളിലോട്ടാണ് എഴുതുന്നത്. അപ്പൊ എന്താ കിട്ടുന്നത്? ഇന്റഗ്രൽ ഓവർ 0 to T/2. ഹാഫ് സൈക്കിൾ ആയതുകൊണ്ട് T/2 എന്ത് എഴുതാം? E0 ഇൻറ്റു E0 സൈൻ ഒമേഗ ടി ബൈ ഇന്റഗ്രൽ ഓവർ ഇത് ഹാഫ് സൈക്കിൾ ആയതുകൊണ്ടാണ് T/2 ഇട്ടേക്കുന്നത്. അപ്പൊ ഇത് അറേഞ്ച് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് വരുന്ന ഇക്വേഷൻ എന്താണ്? ഈ ആവറേജ് ഇസ് ഈക്വൽ ടു 2E0/π എന്നുള്ള വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ ആവറേജ് വാല്യൂ ഇതായിരിക്കും, 2E0/π എന്നായിരിക്കും. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മീൻ വാല്യൂ RMS വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറന്റ്, അതായത് RMS വാല്യൂ നമ്മൾ എപ്പോഴാണ് കാണുന്നത്? ഫുൾ സൈക്കിളിലായിരിക്കും നമുക്ക് കാണുന്നത്. അങ്ങനെ ഫുൾ സൈക്കിളിലേക്ക് കാണാൻ ശ്രമം നടത്തുമ്പോൾ ദ ഇൻസ്റ്റന്റേനിയസ് EMF ഈസ് ഈക്വൽ ടു എന്ത് പറയാം? E0 സൈൻ ഒമേഗ ടി. അങ്ങനെ വരുമ്പോൾ അതിന്റെ RMS വാല്യൂ മീൻ സ്ക്വയർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സ്ക്വയർ ചെയ്യുന്നു. അപ്പൊ എന്താണ്? ഇന്റഗ്രൽ ഓവർ 0 to T. നേരത്തെ ഹാഫ് സൈക്കിൾ ആയതുകൊണ്ടാണ് T/2 ഇട്ടിരിക്കുന്നത്. ഇവിടെ ഫുൾ സൈക്കിൾ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? T ഇൻറ്റു E0 സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി. ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വരും. നമ്മൾ ഇതിനു മുമ്പ് ചെയ്തതായതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ചെയ്ത് വരാത്തത്. ചെയ്ത് സിംപ്ലിഫൈ ചെയ്തുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? ഈ RMS ഇസ് ഈക്വൽ ടു E0/√2 എന്ന് പറഞ്ഞാൽ അഗൈൻ 0.707 ടൈംസ് ദ പീക്ക് EMF എന്നുള്ള വാല്യൂയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പൊ ഇതാണ് ഇവിടെ കിട്ടുന്ന RMS വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ചില ഫണ്ടമെന്റൽ കമ്പോണൻസ് ഉണ്ട്. ആ ഫണ്ടമെന്റൽ കമ്പോണൻസ് കൂടി ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് ഇന്നത്തെ ഈ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ടേമുകളാണ് ഇംപെഡൻസ്, റിയാക്ടൻസ്, അതുപോലെ തന്നെ അഡ്മിറ്റൻസ്. സോ വാട്ട് ഈസ് ഇംപെഡൻസ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇംപെഡൻസ് ഇസ് ഇപ്പൊ നമ്മൾ റെസിസ്റ്റൻസിനെ AC ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, DC-യിൽ റെസിസ്റ്റൻസ് എന്താണോ അതിനെ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ കേസിൽ പറയുന്ന കോൺസെപ്റ്റ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇംപെഡൻസ് എന്ന് പറയുന്നത്. It is the ratio of the EMF applied and the consequent current produced is called impedance. Is denoted by Z is equal to E/I. So at any circuit, the ratio of the effective voltage to the effective current is defined as the impedance of the circuit. So physically, impedance of AC circuit is the hindrance offered by the circuit to flow the AC through it. എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് തന്നെയാണ്, പക്ഷെ DC-യിലാണെങ്കിൽ മാത്രമേ നമുക്ക് അതിന് റെസിസ്റ്റൻസ് എന്ന് പറയാൻ പറ്റുള്ളൂ. AC-യിലോട്ട് വരുമ്പോൾ നമ്മൾ ആ ടേമിനെ നമ്മൾ ഇംപെഡൻസ് എന്ന് മാറ്റിക്കൊള്ളണം. കാരണം അവിടെ നമ്മൾ വേറെ പല കമ്പോണൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ലൈക്ക് കപ്പാസിറ്റർ, ഇൻഡക്ടർ പോലുള്ള കമ്പോണൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഈ സാധനങ്ങളും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഹിൻഡറൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു കളക്റ്റീവ് എഫേർട്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇംപെഡൻസ് കാണേണ്ടത്. അടുത്തൊരു ടേം എന്താണ്? റിയാക്ടൻസ്. നോക്കുക, ദ ഹിൻഡറൻസ് ഓഫേർഡ് ബൈ ദ ഇൻഡക്ടൻസ് ആൻഡ് ദ കപ്പാസിറ്റൻസ്, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ടു ദ ഫ്ലോ ഓഫ് AC സർക്യൂട്ട് ഇസ് കോൾഡ് റിയാക്ടൻസ്. അപ്പൊ ഇൻഡക്ടൻസോ കപ്പാസിറ്റൻസോ ഓഫർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനൊന്ന് വിളിക്കും റിയാക്ടൻസ് എന്ന് വിളിക്കും. അതിൽ ഇൻഡക്ടൻസ് കൊണ്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്നും, കപ്പാസിറ്റർ കൊണ്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ നമ്മൾ അതിനൊന്ന് വിളിക്കും കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്നുമാണ് പറയാൻ. അപ്പൊ ഈ ഒരു ടേം നമ്മളിവിടെ ശ്രദ്ധിക്കണം. ഇതിന്റെ റെസിപ്രോക്കൽ ആണ് നമ്മൾ അഡ്മിറ്റൻസ് എന്ന് വിളിക്കുന്നത്. നേരത്തെ കണ്ടക്ടൻസ്, റെസിസ്റ്റൻസ്, കണ്ടക്ടൻസ് എന്നൊക്കെ നമ്മൾ DC സർക്യൂട്ട്സിൽ അല്ലെങ്കിൽ DC കറണ്ടിന്റെ കേസിൽ പഠിച്ച പോലെ ഇവിടെ വരുന്നത് അഡ്മിറ്റൻസ് എന്നുള്ള വാക്കാണ്. സോ വാട്ട് ഈസ് അഡ്മിറ്റൻസ്? ഇറ്റ് ഇസ് ദ ഇൻവേഴ്സ് ഓഫ് ഇംപെഡൻസ്, ഇറ്റ്സ് കോൾഡ് അഡ്മിറ്റൻസ്. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? Y is equal to 1/Z എന്നുള്ളതാണ്. ഇത്രയാണ് ഇന്നത്തെ ഒരു സെഷനിൽ പറയുന്നത്. ബാക്കി അടുത്ത ദിവസം പറയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.